ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് സ്റ്റൂ നമുക്ക് തയ്യാറാക്കാം. 650 ഗ്രാം ബീഫിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങും മീഡിയം സൈസ് 2 സവാള അരിഞ്ഞതും 8 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും എരിക്കാവശ്യമായ പച്ചമുളക്, ഒരു 2 വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതരിഞ്ഞതും ചേർത്തതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് 2 ചെറിയ കഷ്ണം കറുകപ്പട്ടയും 3 ഏലക്കയും 3 ഗ്രാമ്പൂവും അതും ചേർത്ത് ഒരു വലിയ മുറി തേങ്ങയുടെ 2 പാൽ കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ബീഫ് അനുസരിച്ചും കുക്കർ അനുസരിച്ചും ഇതിൻ്റെ വേവിന് വ്യത്യാസം വരാവുന്നതാണ്. ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിൽ വ്യത്യാസം വരാം. എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടാനും വിട്ടു പോകരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുക്കർ തുറന്ന് 15 മിനിറ്റിന് ശേഷം ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 മുറി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ നീരിന് പകരം കുറച്ച് വിനാഗിരി വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ 1/4 പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം, കാരണം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒരു 20 ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞ് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് ഈ സ്റ്റൂവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ബ്രെഡിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബീഫ് സ്റ്റൂ ആണ്. ഉണ്ടാക്കി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.